ഗുഡ് മോർണിംഗ്. അപ്പോൾ അടിപൊളി ഒരു ദിവസം, കാരണം നല്ല മഴയും നല്ല ഒരു പ്രഭാതം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്തൊക്കെ എഴുന്നേൽക്കുമ്പോഴേ ഒരു സുഖമുള്ള പ്രഭാതം കാണത്തില്ലേ, എന്തൊക്കെയോ ഒരു സുഖം, അതെന്തോ സുഖമെന്നൊന്നും അറിയില്ല, നല്ല തണുപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞ ടോപ്പിക്ക് അറിയാവോ? എന്തോ പറ. 50 വട്ടം ഇന്നലെ പറഞ്ഞെന്ന് പറയാതെ കാര്യം പറ. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കും? കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അല്ല, കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം? അത് അതിൻ്റെ തലേന്ന് പറഞ്ഞ് ടൂറിസവുമായിട്ട് ചെറുതായിട്ടൊന്ന് ക്ലബ് ചെയ്ത് പറയുകയും ചെയ്യും. മനസ്സിലായോ? അച്ചടിക്കാത്തോണ്ടുണ്ടെങ്കിൽ മുട്ടിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് പറയുന്നത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. മോർഗൻ ഹൗസിൽ എഴുതിയ ഒരു പുസ്തകമാണ്, ദ സൈക്കോളജി ഓഫ് മണി. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, പക്ഷെ അത് ആരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അതൊരു തന്ത്രപരമായ പോയിന്റ്സായി പറയാൻ അപ്പം നമുക്കെല്ലാവർക്കും പണത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ പണത്തിനൊരു സൈക്കോളജി ഉണ്ട്. ഈ സൈക്കോളജി ഇദ്ദേഹം പറയുന്നതിന് കാരണം ജനങ്ങൾക്ക് സമ്പാദിക്കാനൊക്കെ അറിയാം. ജനങ്ങൾക്ക് പണം സമ്പാദിക്കാൻ അറിയാം, പക്ഷെ ജനങ്ങൾക്ക് പണത്തെപ്പറ്റിയുള്ള കൺസെപ്റ്റ് ഒരു 80% പേർക്കും വ്യത്യസ്തമാണ്. കറക്റ്റാണ്, അവരുടെ മനസ്സിലിരിക്കുന്ന തെറ്റായ ധാരണകളാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ പറയായിരുന്നു, നമ്മുടെ കാലം തന്നെ ഇപ്പോഴും, നമ്മളൊക്കെ ചുള്ളന്മാർ അല്ല പെയ്യന്മാർ. അപ്പോൾ അന്ന് പറയുന്നേ പണം അത് അഴുക്ക, മനസ്സിലായോ? പണം പിശുക്കന്മാരുടെ കയ്യിലാണ് വരുന്നത്. പണമുള്ളവരെല്ലാം നശിക്കും, പണമുള്ളവൻ സ്വർഗത്തിൽ പോകത്തില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ അന്ന് കേട്ട് വളരുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പണത്തിൻ്റെ ഒരു സൈക്കോളജി തന്നെ ഉണ്ട്. പണം ഒരാളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അയാൾ മൊത്തത്തിൽ ഒന്ന് മാറണം, അതിന് മൊത്തത്തിലൊന്ന് മാറണം. അതോടൊപ്പം തന്നെ ചുമ്മാ വരത്തില്ല പണം. നിങ്ങൾക്ക് ജോലിയൊക്കെ സമ്പാദിക്കാം, ജോലി മേടിക്കാം, പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ പണം പെരുകുന്നതിനൊരു സൈക്കോളജി ഉണ്ട്, പണം ഉണ്ടാകുന്നതിനൊരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞത് സൈക്കോളജി ഓഫ് മണിയിൽ അദ്ദേഹം പറയുന്നത് പണം സമ്പാദിക്കുന്നതിനെ പറ്റിയല്ല, പണം നിലനിർത്തുന്നതിനെയും പണത്തെപ്പറ്റിയുള്ള മനോഭാവത്തെയും പറ്റിയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ തെറ്റായ മനോഭാവം വരരുത്. എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നത് പണം ഒരു വലിയ കാര്യമല്ല, എനിക്ക് സ്നേഹമാവേണം. അതൊക്കെ ഈ പണം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള നമ്പരാണ്. ചെടിക്കകത്ത് മുട്ടരുത്. കേട്ടോ, എന്താ പറഞ്ഞേ? പല കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കും. കാരണം എന്താ? പണം ചുമ്മാതെ വരത്തില്ല. യെസ്, ഐ ലവ് യു. കേട്ടോ, പണം ചുമ്മാതെ വരുന്ന ഒരു സാധനമല്ല. അതിനൊരു സ്ട്രക്ചറുണ്ട്, അതിനൊരു അട്രാക്ഷൻ വേണം, അതിനെ നമ്മൾ പ്രണയിക്കണം. അതെങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പണത്തെപ്പറ്റി ഇന്നലെ ഞാൻ ഒരു പോയിൻ്റൂടെ നിങ്ങൾ പറഞ്ഞു, ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി, അതിനെപ്പറ്റി കൂടെ പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പപ്പ കൃത്യമായിട്ട് ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നു? വരുമ്പോൾ പണത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് എന്തുവാണെന്നറിയാമോ? ആ പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിയേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് പെരുമാറ്റമാണ്, പ്രായോഗിക ബുദ്ധി. മനസ്സിലായോ? പണത്തോട് എങ്ങനെ പെരുമാറണം, പണം കൈകാര്യം ചെയ്യുന്നത് ഒരു കണക്കായിട്ട് മാത്രം കാണരുത്, അതിനെ ഒരു മനഃശാസ്ത്രമായിട്ട് മാത്രവും കാണരുത്. മനസ്സിലായോ? ഒരു വ്യക്തിക്ക് ഇഷ്ടം പോലെ ഡിഗ്രി ഉണ്ടെന്ന് വെച്ചോ, എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സമ്പന്നനാവണമെന്നില്ല. മനസ്സിലായോ? മറ്റൊരുത്തിന് വലിയ അറിവുണ്ടെന്ന് വെച്ചോ, അവനും. മനസ്സിലായോ? ഒന്നാമത്തെ പഠിച്ചോ, പണം എന്താണ്? ബുദ്ധി കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ച് നിൽക്കരുത്, പഠനം കൊണ്ടുണ്ടാകുന്ന ഒരു സാധ്യമാണെന്ന് വിചാരിക്കരുത്. പണമെന്ന് പറയുന്നത് കൃത്യമായ പ്രവൃത്തി കൊണ്ട് മാത്രം സമ്പത്ത് വരുന്നത് ഈ അറിവുണ്ടായോണ്ടോ ബുദ്ധി ഉണ്ടായോണ്ടോ അല്ല, അതിനൊരു സൈക്കോളജി ഉണ്ട്. മനസ്സിലാവുന്നു? ആ സൈക്കോളജിയെ പറ്റിയാണ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? കാരണം പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത്
പണവുമായി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. എന്തോ പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ ആ പണവുമായി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പണം സമ്പാദിക്കുന്നതെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പണം നമ്മുടെ അടുത്ത് നിൽക്കത്തില്ല. പണം നിൽക്കണം, പണം കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം, പണം നമുക്ക് പണം ഉണ്ടാക്കി തരണം, പണം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പണം ആ രീതിയിലേക്ക് മാറേണ്ട ഒരു വലിയ സംഭവമാണ്. ഐഡിയ മനസ്സിലായോ? അതൊന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് കാണാൻ പറ്റുമോ? നിങ്ങളുടെ സമ്പത്ത് കാണാൻ പറ്റുമോ? സമ്പത്ത് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നത് കാറും വീടും ആഡംബര ജീവിതവുമാണ്. പക്ഷേ യഥാർത്ഥ സമ്പത്ത് അതാണോ? അല്ല. ചെലവാക്കാതെ നിക്ഷേപിച്ചിരുന്ന പണമാണ് വെൽത്ത്. ഒരു വ്യക്തി കോടി സമ്പാദിച്ചാലും അവന് വെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് 80 ലക്ഷം ചെലവാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ വെൽത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമായിരിക്കും? മനസ്സിലാവുന്നു? സമ്പത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സമ്പത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? സമ്പത്ത് ഒരാൾക്ക് പറഞ്ഞത് നമുക്ക് ഇഷ്ടംപോലെ കോടി രൂപയുണ്ട്. മനസ്സിലാവുന്നു? ആ സമ്പത്ത് മൊത്തം ചെലവാക്കപ്പെടേണ്ടതാ. അപ്പോൾ അതൊരു സമ്പത്തായിട്ട് നിലനിൽക്കുന്നതാണോ? അല്ല. ഒരു വ്യക്തി 1 കോടി രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിൽ 80 ലക്ഷം ചെലവാ. പക്ഷെ അത് സമ്പാദ്യമായിട്ട് നിലനിൽക്കും. അപ്പം നമുക്ക് ഈ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്കൊരു കാറോ വീടോ ഉണ്ടായാൽ മാത്രം പോരാ. അതല്ല സമ്പാദ്യം. സമ്പാദ്യത്തിനനുസരിച്ചുള്ള ഒരു ജീവിതമുണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഐഡിയ കിട്ടിയോ? ധനികനാവുന്നതും സമ്പന്നനായി നമ്മൾ തുടരുന്നതും രണ്ടും രണ്ടാണ്. കാരണം എന്താ? പണം സമ്പാദിക്കാൻ നമുക്കൊരു ധൈര്യം വേണം. എന്ത് ചെയ്യണം? പണം സമ്പാദിക്കാൻ നമുക്കൊരു ധൈര്യം വേണം. പക്ഷെ പണം നിലനിർത്താൻ നമുക്ക് വിനയം വേണം. എന്താ? പണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? വിനയം വേണം. അതിന് പണം സമ്പാദിക്കുന്നതിനനുസരിച്ച് ധൈര്യമൊക്കെ മതി. ഒരു റിസ്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പണം കിട്ടും. പക്ഷെ പണം നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? ഒരു ഡിസിപ്ലിൻ വേണം. ഇത് ആരാ പറഞ്ഞേ? പണത്തിന്റെ സൈക്കോളജിക്കകത്ത് ആര് പറയുക? മോർഗൻ പറഞ്ഞ ഒരു വേർഡുകളാണ്. മനസ്സിലായി? അയാൾ പണത്തെ പറ്റി അത്രമാത്രം ശ്രദ്ധിച്ചും വളരെ വലിയ ഒരു ചാപ്റ്റർ ഇതിനു വേണ്ടി അയാൾ എഴുതി അങ്ങ് ഉണ്ടാക്കുക. കാരണം ദിവസവും അയാൾ എന്താണോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, നമ്മളും സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളീ പറയുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിച്ച് നമുക്ക് ഓടാം. പക്ഷേ നമ്മൾ ചിന്തിച്ചോണം, ഇതെങ്ങനെ നിലനിർത്തും? ഈ പണം പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ആ സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സിന്റെ ഇതല്ല ഈ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ്ങിനെ പറ്റിയാണ്. കോമ്പൗണ്ടിങ് എന്ന ഒരു അത്ഭുതം, ചെറിയ തുകകൾ പോലും ദീർഘനാൾ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് വലിയ സമ്പത്തായി മാറും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഈ കോമ്പൗണ്ട് ചെയ്ത് പണം നമുക്ക് അങ്ങനെ ഇരട്ടിപ്പിക്കണം. അങ്ങനെ ഇരട്ടിപ്പിച്ച് നമുക്കിതെന്ത് ചെയ്യാൻ പറ്റും? ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പണം വലുതാവും. മനസ്സിലാവുന്നു? വേഗത്തിൽ സമ്പന്നനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ലോട്ടറി അടിച്ചങ്ങ് സമ്പന്നനാവും. ലോട്ടറി അടിച്ചൊന്നും സമ്പന്നനാവാൻ പറ്റത്തില്ല. ലോട്ടറി അടിച്ച് സമ്പന്നനാവാമെന്ന് നമ്മൾ വിചാരിച്ചാലും സമ്പന്നനാവും. ചിലപ്പം ബുദ്ധിമാന്മാർ ആ രീതിയിൽ ഉപയോഗിക്കും. പണമുള്ളവന് അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അത് ഇന്നഡീഷൻ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് പണം ഒരു ദിവസം കൊണ്ട് വന്ന് വലുതാവുന്നതിനേക്കാൾ നല്ലത് പണം എന്ത് ചെയ്യണം? ഒരു സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും. വളരെ ക്ഷമയോട് പണത്തിന് നല്ല പേഷ്യൻസ് കൊടുക്കണം. പണം ഒരു ദിവസം കൊണ്ട് വന്ന് കയറിപ്പോകുന്ന സാധനമല്ല. പണം നിലനിൽക്കണം. അടുത്ത തലമുറ വരെ നിലനിൽക്കുന്ന അതിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റിയും പണത്തിൻ്റെ സൈക്കോളജിയെ പറ്റിയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതെന്ത് ചെയ്യാം? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഐഡിയ കിട്ടിയോ? മറ്റുള്ളവരുമായി നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യരുത്. പണത്തിൻ്റെ വലിയൊരു സൈക്കോളജിയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ലക്ഷ്യവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സംശയമുണ്ടോ? ഇല്ല. ഈ കമ്പാരിസൺ കളിക്കാം. എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടി നിൽക്കരുത്. ഒരാൾക്ക് കാറ് വേണമെന്ന് അങ്ങിരുന്നോട്ടെ, വേണ്ട മറ്റൊരാൾക്ക് വേണ്ടത് ജെറ്റാ. മനസ്സിലാവുന്നു? അതുകൊണ്ട് സന്തോഷം ഈ താരതമ്യത്തിൽ നിന്ന് ലഭിക്കുമോ? കാരണം അവനെന്തുവായിരുന്നു വേണ്ടത്? അവന് വേണ്ടത് എന്തുവാ? കാറായിരുന്നു. മോക്ക് വേണ്ടത് എന്തുവാ? ജെറ്റ് വിമാനോ? അപ്പോൾ ഈ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. എന്താണ്? ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണം ചെയ്യുന്ന കാര്യമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അല്ല, കോമ്പൗണ്ടിങ് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അത് ഇങ്ങനെ കൂട്ടി വരുന്നതാണ്. ആ രീതി വളരാൻ പറ്റണം. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. കാരണം ഓരോരുത്തരുടെയും ഈ പണത്തിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ പഠിക്കേണ്ട. മറ്റവനെ നോക്കി അവൻ്റെ സന്തോഷത്തിൻ്റെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്.
നമ്മുടെ സന്തോഷത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പം നമ്മൾ നമ്മുടെ സുഖങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കും. മനസ്സിലാവുന്നോ? അവന് കിട്ടുന്ന സന്തോഷം അവനെ സംതൃപ്തി കിട്ടും, നമുക്ക് കിട്ടും. അവന് കാറ് മേടിച്ചു, അവന് ബെൻസ് മേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ബെൻസ് മേടിച്ചു. നമ്മുടെ പ്രശ്നം ബെൻസ് അല്ലായിരുന്നു. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല പശുവിൻ്റെ പാല് കുടിക്കാനായിരുന്നു, നല്ല പശുവിനെ മേടിക്കാനായിരുന്നു. മനസ്സിലാവുന്നോ? അപ്പം നമ്മുടെ സന്തോഷമാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒരു ഐഡിയ മോന് കിട്ടിയോ? അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. പണത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് എന്തുവാണെന്ന് അറിയാമോ? ഫ്രീഡമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി. എന്ത്? ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഫിനാൻഷ്യൽ പണത്തിനൊരു മൂല്യമുണ്ട്. മനസ്സിലാവുന്നോ? ഏറ്റവും വലിയ മൂല്യം, പണത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് പണം എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വീട് വാങ്ങുന്നത് മാത്രമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാർ വാങ്ങുന്നതോ അല്ല. ഇതൊരു സമ്മാനമാണ്. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് പണമാണ്. എന്തോ? നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സാധനം ഉപയോഗിക്കാനും വാങ്ങിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? പണം വേണം. അപ്പോൾ പണം നമുക്ക് എന്തോ തരുന്നു? മനസ്സിലായോ? ഫ്രീഡത്തെ പറ്റി പറഞ്ഞു. ഇനി പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോഴും നിങ്ങളുടെ അറിവ് നേടുമ്പോഴും നിങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്തുവെന്നറിയാമോ? എടാ ഇത് ഞാനൊന്ന് മാറി നിൽക്കുക, ഇത് നിങ്ങൾ ഇച്ചിരി ബാക്കിലോട്ടുണ്ട്. എടാ എനിക്ക് മനസ്സിലായോ? അടുത്ത് എമർജൻസി ഫണ്ട്. എന്തോ? എമർജൻസി ഫണ്ട് ഒരു അനിവാര്യമാണ്. നമുക്ക് നാളെ ഒരു പനി വന്നു, നാളെ ഒരു അസുഖം വന്നു, നമുക്ക് എന്തോ വേണം? ഒരു എമർജൻസി ഫണ്ട് വേണം. ജീവിതത്തിൽ ഒന്ന് പ്രവചിക്കാൻ കഴിയത്തില്ല. ചിലപ്പം ബിസിനസ് അങ്ങ് ലോസ് ആവും. മനസ്സിലാവുന്നു? എന്ത് ചെയ്യും? ബിസിനസ് ലോസ് ആവും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ഒരു സുരക്ഷാ ഫണ്ട് വേണം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, എന്താണ് പൈസ എന്നുള്ള കുറേ പോയിന്റ്സ് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പണം വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പപ്പ എന്തായിരുന്നു പറഞ്ഞേ? ഫിനാൻഷ്യൽ ലിറ്ററസി എന്തുവാന്ന് പറഞ്ഞു? ഫിനാൻഷ്യൽ ലിറ്ററസി അല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് ജെറ്റ് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ രീതിയിലുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫണ്ടുകൾ, എമർജൻസി ഫണ്ട് വേണമെന്ന് അടുത്ത പോയിന്റ് പറഞ്ഞു. അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചോ, ആ പ്രശ്നം പറ്റുമ്പോൾ നമുക്ക് എന്തോ വേണം? പൈസ വേണം. പൈസ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ നമുക്കൊരു ബിസിനസ് ലോസ് സംഭവിച്ചു, നമ്മുടെ ജോബ് അങ്ങ് പോയി, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നു, അങ്ങനെയുള്ള മഴ, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ കട എന്താ ചേട്ടാ തുറക്കാത്ത? ഇപ്പം അവർക്കൊരു 40 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അവരെവിടുത്തെയാ? ഓക്കെ. അപ്പം കേട്ടോ, അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 100 രൂപ കിട്ടിയാൽ 20 രൂപ ഇന്ന പർപ്പസ്, 10 രൂപ ഇന്ന പർപ്പസ്, ഇത്ര 60 രൂപ നിങ്ങളുടെ നിത്യ ജീവിതത്തിന് ഉപയോഗിച്ചു, 10 രൂപ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വെച്ചു. അങ്ങനെ ഒരു മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ എപ്പോഴും നിങ്ങൾക്ക് എവിടെ ഉണ്ടാവണം? നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അത് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി, അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പൈസ ഉണ്ടാക്കുന്ന അനുസരിച്ചുള്ള ആ ഫ്രീഡം, ചെലവഴിക്കാനുള്ള, ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണ്. പിന്നെ എമർജൻസി ഫണ്ട്, അതിലൊരു ഫണ്ട്, അതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ആരോഗ്യവും പ്രശ്നവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു തുക ഇൻഷുറൻസിലേക്ക് വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ എമർജൻസി ഫണ്ട് ഒരു പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഭാഗ്യവും ദുർഭാഗ്യവും ഉണ്ട്. ആണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിസ്ക് എടുക്കുമ്പോൾ അതിനകത്ത് സക്സസ് വരും. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചാൽ നിങ്ങൾ 100% IAS IPS ആവും. പഠിച്ചില്ല, അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങും. ജീവിതകാലത്ത് വയസ്സാം കാലത്ത് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും. മനസ്സിലാവുന്നു? അതുകൊണ്ട് അതിനെ ഓർത്ത് ടെൻഷനേ വേണ്ട. ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു, കുഞ്ഞിൻ്റെ കാര്യമല്ല, വേറൊരാളുടെ കാര്യം പറഞ്ഞു കേട്ടോ. രാവിലെ ഉറങ്ങുന്ന ഒരാൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭാഗ്യവും അല്ലെങ്കിൽ റിസ്ക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കരുത്. റിസ്ക്കും ലക്കും ഉണ്ട്. പക്ഷേ റിസ്ക് എടുക്കുന്നതിനകത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞതാണ്, എല്ലാ ബുദ്ധിമാന്മാരും സമ്പന്നന്മാരാവണമെന്നില്ല. എല്ലാ വിജയിക്കുന്നവനും പൊട്ടന്മാരും അല്ല. നമുക്ക് ഇനഫ് എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നിർത്തണമെന്ന് തോന്നിയാൽ അവിടെ നിർത്തണം. ഈ വഴിയിൽ എടുത്ത് അത് അല്ലാതെ ഒരു തീ കയ്യിലിരിക്കുക അല്ലേ? ബുദ്ധൻ പറയുന്നതിൻ്റെ കൂട്ട് കയ്യിൽ തീ വെച്ചുകൊണ്ടിരുന്നിട്ട് പൊള്ളുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിടേണ്ട സാധനമാണെങ്കിൽ വിടണം. അതെ, മനസ്സിലായോ? അതിന് അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയാകുന്നതുണ്ട്
എന്ന ഒരു ചിന്ത നമുക്കുണ്ടാണ്. ഈ ഇനഫിനകത്ത് ഞാൻ പറഞ്ഞെന്നുള്ളത് ഓക്കെ ഇത് ഇവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ അധ്വാനം നിർത്തണമെന്നല്ല പറയുന്നത്. ഓരോ തീരുമാനങ്ങൾ പോകുമ്പോൾ ഓരോ റിസ്ക് ലക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം തിങ്കിങ്ങിനെ പറ്റിയാണ് ഈ പണത്തിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഒരു കട അങ്ങോട്ട് തുടങ്ങിയിട്ട് പറയുക, ഇതുപോലെ ഈ അമ്മച്ചി തുടങ്ങിയിട്ട് ഒരു കട അങ്ങോട്ട് തുടങ്ങുക, ഈ കട പിറ്റേന്ന് അങ്ങ് പൂട്ടുക. അപ്പോൾ ഈ കട അന്നേരം പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കളയുകയല്ല, ഇവിടെ എന്താണ് പോരായ്മ പറ്റിയെന്ന് പറഞ്ഞാൽ അത് പഠിക്കുക, ലോങ് ടൈം കാണണം. മനസ്സിലാകും. മണി സൈക്കോളജി ഓഫ് മണി എന്നുള്ളതിനകത്ത് മോർഗൻ ഹോസൽ പറയുന്ന 4-5 കാര്യങ്ങളിൽ: 1, നിങ്ങൾക്ക് ക്ഷമ വേണം; 2, നിങ്ങൾ റിസ്ക് എടുക്കണം; 3, നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ കാണണം; നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് സംതൃപ്തി ഇല്ലെന്നുണ്ടല്ലോ, സംതൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നിയന്ത്രിക്കണം. 5 പോയിന്റ് ഏതാ? ക്ഷമ, നിയന്ത്രണം, സംതൃപ്തി വേണം, ദീർഘകാല ചിന്ത വേണം, അതോടൊപ്പം തന്നെ അത് വേണ്ടെടുത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ ഇനഫ് എന്നൊരു വേർഡ് പഠിക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പൊ ഇതാണ് അയാൾ എന്താ പറഞ്ഞേ, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ സംഭവങ്ങൾ ഏതാണ്? ഈ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഓർക്കൂ,